30 വേണ്ടി നീ എന്നെ ഒറ്റയല്ലേ? യേശുവിന്റെ വേഷം ഇട്ടുകൊണ്ട് ഞാൻ വായിന്നൊന്നും പറയുന്നില്ല. മുതലാളി എടുത്തോട്ട് സാധനത്തിന് 30 എനിക്ക് തരാതെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റും. എനിക്ക് ഈ വേഷം ഇട്ടോണ്ടിരിക്കേണ്ടത് നമ്മുടെ മുതലാളിക്ക് ഭ്രാന്തുണ്ടാണ്. എല്ലാ വർഷവും ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വേലക്കാരെ പിടിച്ച് ബൈബിൾ നാടകം അങ്ങോട്ട് കളിപ്പിക്കും. നീ മോളടി പിന്നെ എന്തെങ്കിലും അതാ സ്നേഹമുള്ള കൊച്ചുകൾ ഇങ്ങനെയാണ്. നീ മോളെ നിന്റെ അപ്പ കരോളിന് പോയായിരുന്നു? കരോളിന് പോയി. ഇതാണ് ജാനകി അമ്മ. ജാനകി എന്നല്ല എന്റെ പേര്, മഞ്ജു എന്നാ. അല്ല നമ്മള് വേലക്കാരുടെ ജാനകിയാണല്ലോ. അങ്ങനെ അല്ല ഇന്ന് ഗാനമേളയ്ക്ക് പാടാനൊരു അവസരം കിട്ടുമോ? മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരുന്ന പാടാൻ വരുന്ന അറിയാമോ? ജൂനിയർ യേശുദാസ്. അയാളെ മുമ്പ് നിങ്ങൾ പാടാൻ പറ്റത്തില്ല. യേശു ചിക്കന്റെ പീസ് ആണ് എടുക്കടേക്കുള്ള കണക്ക് വേണം. മലയാളി നല്ല വിശപ്പ് മലയാളി. എണിയടാ 2 മണി. കണ്ടാ കുറച്ച് കാശ് മുടക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ക്ലൈമാക്സ് വന്നാ ചെയ്ത കോമ്പിനേഷൻ ശരിയല്ലെന്ന്. എന്ത് കോമ്പിനേഷൻ ശരിയല്ല? ഈ യേശുവിന്റെ കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റില്ലെന്ന്. ഉദാസേ ഇതുവരെ മറ്റേ ഭക്തനെ പറഞ്ഞു കേട്ടാ. മെയിൻ വേഷം ചെയ്യുന്ന ആരാണ്? മാലാഹ. എവിടെ? റബ്ബറിന്റെ ഷീറ്റ് അടിക്കാൻ പോയി. മാലാഖയുടെ ചെറുങ്ങാൻ മിഷ്യന്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ അവര് സ്റ്റേജിൽ കയറി കളിക്കാൻ പറ്റൂടാ? അങ്ങനെയുള്ളതാണ് പിടിച്ചത് കിട്ടത്. വെളി മാലാഖ ഷീറ്റ് അടി ചേർത്തിട്ട് വരാൻ പറ. ഷീറ്റ് അടിച്ചിട്ട് വരണ മാലാഖ. ആ വെളി വെളി വെളി. ഇത് മാലാഖ അതാ ഈയല. ഏതെങ്കിലും ഒരു ചിമ്മിനി വെളിച്ചത്തിൽ നിന്ന് ഇത് തീരൂലടാ ഇത്. ഓഹോ അയ്യമ്മ കണ്ണാടിയും വെച്ചോണ്ടിരിക്കുന്ന ഒരു ഹെൽമെറ്റ് ആയിരുന്നാ നിനക്ക് ചേർന്നത്? അതെന്താ കണ്ണാടി വെച്ചേക്കുന്നത്? 6 മണിക്ക് ശേഷം മാലാഖയ്ക്ക് മാലക്കണ്ണാണ്. ആഹാ മാലക്കണ്ണുള്ള മാല കൊള്ളാം. അങ്ങനെ ഇടായിരുന്നല്ലോ നമ്മുടെ നാടകത്തിന്റെ പേര്. ഈ സൂസി ഇവിടെ എന്താ എന്താ അച്ഛനൊക്കെ എവിടെത്തിയെന്ന് നിനക്ക് അറിയാമോ? അയ്യോ അച്ഛൻ വരത്തില്ല, അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. നിന്റെ അമ്മയുടെ ഭർത്താവിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഇനി പള്ളിയിൽ അച്ഛന സംഭവം കരോളയ്ക്ക് കൂടെ വരുന്ന ദിവസമാണ് ഇന്ന്. ആണ് അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? എന്തെങ്കിലും റെഡിയാക്കി കൊടുത്തി ഭക്ഷണം. ഞാനാണെന്ന് കൊടുക്കും. ഉള്ള പണിക്കാരെ മുഴുവൻ വേഷം കെട്ടി നിർത്തിച്ചു വെച്ചിരിക്കുകയല്ലേ. എല്ലാ പണിയും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തൊന്നുമില്ല. നിനക്കിപ്പോ എന്ത് വേണം? എനിക്ക് ഇറച്ചി വേണം. ആണോ? യശുവിനോട് മലയാളി നീ ആ ബഷീറിന്റെ കടയിൽ ചെന്നിട്ട് ഒരു 3 കിലോ ബീഫ് വാങ്ങിച്ചോണ്ട് വരും. മലയാളി ഈ ദോശയോട്ടിരിക്കാൻ ഞാൻ തന്നെ പോണല്ലേ ബീഫ് മേടിക്കും. ഈ താടിയും വിക്കും ഉടുപ്പൂരി കളഞ്ഞ നീ ഡ്രൈവർ രാജേഷ് തന്നെയാണ്. നിനക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? എനിക്ക് ഊരി വെച്ചിട്ട് പോ. ഈ സഭയിലുള്ള എല്ലാവർക്കും അറിയാം നിങ്ങളാണ് ഇവിടുത്തെ കോടീശ്വരൻ. പിന്നെ എന്തിനാ ഇത്രയും കാശ് കൊണ്ട് തൊലക്കുന്നേ? ആര് കാശ് തൊലച്ചെന്ന്? ഈ ആഘോഷങ്ങളൊക്കെ നടത്തി എന്തിനാ കാശ് കളയണേ? സകലமான ആൾക്കാർക്ക് ഒരു 6 ബാറുള്ള മുതലാളിയാണ് ഞാൻ. അപ്പൊ പള്ളിപ്പെരുന്നാൾ ക്രിസ്മസ് പരിപാടി നടത്തിലേക്ക് നാണക്കേടല്ലടി എനിക്ക്. ഒരു ബൈബിൾ നാടകം ബുക്ക് ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ്? 50. എന്റെ അച്ഛൻ കൊണ്ട് വെച്ചേക്കണം 50 രൂപയ്ക്ക് ബൈബിൾ നാടകം. 1 ലക്ഷം രൂപ. ഞാൻ ചോദിച്ചപ്പോ ബൈബിൾ നാടകത്തിന്റെ റേറ്റ്. ഇവന്മാരെ വേഷം കെട്ടിട്ട് എന്റെ സ്വന്തം സ്ക്രിപ്റ്റിലാകുമ്പോ 10-20,000 രൂപയ്ക്ക് സംഭവം അങ്ങ് തീരും. അപ്പൊ ആൾക്കാർ ശരിക്കും 1 ലക്ഷം രൂപ വരെ നാടകം ഇടുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ പൊങ്ങി പോകുന്നത്. അത്രേ ഉള്ളത്. ഇത്രയും കാശ് ഇവിടെയൊക്കെ ലാഭിച്ചു. അത് പോരാഞ്ഞിട്ട് ജൂനിയർ യേശുദാസിന്റെ ഗാനമേള ബുക്ക് ചെയ്തിരിക്കുന്നത്. എടി യേശുദാസിന്റെ പരിപാടിക്ക് എത്ര രൂപ നിനക്കറിയാമോ? 10 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ ജൂനിയർ യേശുദാസിന്റെ പരിപാടി എത്ര രൂപ? 5 ലക്ഷം രൂപ. പക്ഷെ ഇത് എത്ര രൂപ നിനക്കറിയാമോ? 250 രൂപ വണ്ടിക്കൂലി. ജൂനിയർ യേശുദാസിന്റെ പറഞ്ഞ് ഞാൻ കൊണ്ടുവരുന്നത് ആരാണെന്ന് അറിയാമോ? കാക്കാഴ്ച നടത്തി പാടിക്കൊണ്ടിരുന്ന സോമൻ. അപ്പോഴും വ്യാസനാട് വിജയന്റെ കാക്കാഴ്ച നടത്തി പാടുന്ന സോമൻ. മിണ്ടരുത്. യൂദാസിന്റെ സോമൻ നീ എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടാ. ദൈവത്തെ ഓർത്ത് അച്ഛൻ വരുമ്പോ ഈ നെക്ലസ് കൊണ്ട് അച്ഛന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കരുത്. അയാളെ പൊന്നും കുറിച്ച് മേടിച്ചു കൊടുക്കണം. നമ്മൾ എന്നിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നാരകത്താണി സനലല്ലേടാ. ഈ മുഖം മൂടി വെച്ചത് മുതലാളിക്ക് മനസ്സിലായി. അവനെ എന്റെ ഭാര്യ കാണുമ്പോ ചെറിയൊരു കിരികിരിപ്പുള്ള മമ്മടിയറാ.
ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ബാറിന് അടിച്ചെന്ന പേര് ദോഷം എന്നെ കൊണ്ട് വരുത്തിക്കരുത്. ദൂരെ ദൂരെ പോയി നില്ല്. പോ. Continue. യേശുവിൽ യേശുവിൽ പ്രിയമുള്ള യേശുവിൽ പ്രിയമുള്ള സഹോദരി, ദൈവം പിറക്കുന്നു ഞാൻ നിന്റെ വായിലിട്ട് തന്ന മുട്ടായി എന്റെ വായിലേക്ക് ഇടാൻ വരരുത്, മനസ്സിലായി? യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. യേശു ജാതനായ ദിവസമാണ്. ലോകം മുഴുവനുമുള്ള എല്ലാവരിലേക്കും സ്നേഹം കൊടുത്ത നിമിഷമാണ് കേട്ടോ. സ്ലാവിജ, സ്ലീവാച്ചന്റെ ഈ ഭവനത്തിൽ വന്നപ്പോ ഭയങ്കര സന്തോഷമാണ് നമുക്കുണ്ടായത്. ഞങ്ങള് ക്രിസ്ത്യാനികൾക്കുള്ളൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ 25 ദിവസത്തെ നോയമ്പാണ്. മത്സ്യമാംസാദികൾ വർജിച്ചുകൊണ്ടുള്ള നോയമ്പാണ് ക്രിസ്തുമസിന് നമ്മള്, അല്ലേ? നല്ല മണം. ഇതെന്നാ അടിയത്? ബീഫാ. കുരുമുളക് പൊടിയൊക്കെ ഇട്ടോ? അയ്യോ അച്ഛന് നോയമ്പല്ലയോ, പിന്നെ ബീഫ് എന്തിനാ കഴിക്കുന്നത്? ബീഫ് വെച്ച് കഴിയുമ്പോ നോയമ്പ് പൊഴിയത്തില്ലേ? ഒളിഞ്ഞു പോയി. പൊളിച്ചു. ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ ഇതിങ്ങ വന്നാ മതി അല്ലേ? അതിന് ബീഫ് കഴിച്ച് നോയമ്പ് കൂടുക. എന്റെ നോമ്പ് ഞാനിവിടെ വീഴി. എന്നാ പിന്നെ കുഴപ്പമില്ല, ബീഫ് കഴിച്ചു. സ്ഥാപിച്ച കൊള്ളാട്ടത് ബീഫ് സൂപ്പറായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇന്നലെ രാവിലെ വെളുപ്പാൻ കാലത്ത് ഒരു 1:30 സമയത്ത് എനിക്കൊരു ദർശനം ഉണ്ടായി. എന്റെ അടുത്ത് ഈ സ്ലാവിച്ചൻ വന്നിട്ട് പറയുകയാണ്, അച്ഛന്റെ പള്ളിക്ക് 3 ലക്ഷം രൂപയുടെ പൊന്നും കുരിശ് ഞാൻ തരാൻ പോവുകയാണ്. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം എന്റെ ഇടവകയിൽ എന്റെ പള്ളിക്ക് ഒരു പൊന്നും കുരിശില്ല. എന്നെ സ്ലാവിച്ചൻ അല്ലേ? ദൈവത്തിന്റെ ആ വലിയ ഇടപെടല്. ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ ഒരു സമയത്ത് ദൈവം കൊണ്ട തരുന്ന ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തോണ്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അച്ഛന്റെ ഫ്രണ്ടിൽ നെക്ലസ് വിട്ടോണ്ട് വന്ന് നിക്കല്ലെന്ന്. മറന്നിരുന്ന സംഭവം കൊടുക്കുക. അച്ഛന്റെ 3 ലക്ഷം പോയപ്പോ നിനക്ക് സമാധാനം. ഇതിന്റെ അനുഗ്രഹം എനിക്കല്ല, ഇവനും നിനക്കും നിന്റെ കുടുംബത്തിന്റെ വരും തലമുറയ്ക്കാണ് കിട്ടാറുള്ളത്. മനസ്സിലായില്ലേ? അതെ. അപ്പൊ അച്ഛൻ ഇപ്പൊ കുരിശ് കൊണ്ട് പോകണോ അത് ഞാൻ പള്ളി കൊണ്ട് തന്നാ മതിയോ? വേണ്ട, ഇപ്പൊ കൊണ്ടുപോകാം. ഇപ്പൊ കൊണ്ടുപോകാം. അതാണ് നല്ലത്. കയ്യോടെ തരണം. അല്ലെങ്കിൽ പിന്നെ പിന്നീടായി കഴിഞ്ഞാലേ അച്ഛനും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. തൽക്കാലം അതിന് ഈ കുരിശ് കൊണ്ടൊന്ന് പോട്ടെ. ഈ മരക്കുരിശ് കൊണ്ട് ഞാൻ പോണോ? അപ്പൊ പൊന്നും കുരിശ് നീ എപ്പോ കൊണ്ടുവരാ? അത് കൊണ്ടുവരാ അച്ഛാ. ഒന്ന് താങ്ങിയതാ. എടാ ഇവനെ ജോസൂട്ടിയെ അച്ഛോ എന്തോ പള്ളി പോണേ. ഇവനാണ് മാലാക എന്ന് പറഞ്ഞ അച്ഛൻ നാടകം പോലും കളിക്കാൻ സമ്മതിക്കില്ല. ദൈവത്തെ ഓർത്ത് നീ എന്നെ നശിപ്പിക്കരുത്. ഈ മാലയെ കൊണ്ട് കോട്ടെ പോയ കളിയാക്കുന്നത്. എന്താ മോനെ? ഇതിന് ആ പെട്ടിയാറ്റവരെ അങ്ങ് പള്ളിയിൽ അവിടെ എത്തിച്ചേക്കണം. പെട്ടിയോട്ടെ ഇത് എന്നാ സാധനം? അച്ഛാ അതായത് ഇത് നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേരുടെ എക്സിബിഷൻ നടക്കുകയല്ലേ പള്ളിപ്പറമ്പില്. അപ്പൊ ഇത് എന്റെ മൂത്ത മോൻ ഉണ്ടാക്കിയ ആഫ്രിക്കയിലുള്ള ഒരെനം മരംകൊത്തിയാണ്. എന്തായാലും മരംകൊത്തി നല്ല എനർജറ്റിക് ആണ്. ഞാൻ കൊണ്ടുപോകാം. സെബാസ്റ്റ്യൻ പാട്ട് പോയി കള്ളും കയറ്റിയോ? ചെലവ് ചെയ്താ നമ്മുടെ മലയാളി. എന്നോട് പറഞ്ഞ എനിക്ക് 4 പള്ളി വീട് കയറാനുള്ളത്. അങ്ങനെ പറയരുത്. എന്ത് പുതിയ പാട്ട് പാടാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. എന്നാ ഇവിടെ തന്നെ അങ്ങ് പാടി തുടങ്ങാം. ഇത് പിന്നെ പാടിക്കൊടുത്തിന് ശരിയാക്കി. ഇങ്ങോട്ട് ആ കുരിശന്റെ അറിയുന്ന മാറി നിൽക്കും. പാട കേക്കട്ടെ. കേക്കാം. Ready, 1, 2, 3. ഇനി ബെത്ലഹേമിൽ ജാതനായി മുളങ്ങിതയായി ഉണ്ണി വെപ്പരകാലിട്ടു. അങ്ങനെ മറിയം രാത്രി അഭിമായി ഇടയൻ വരുന്നു സമ്മാനം കൊടുക്കുന്നു. അതാ ഇരിക്കുന്നത് അച്ഛന്മാരെ ഡാൻസ് കളിച്ച പാട്ടാ ഞാൻ എഴുതി വെച്ചിരുന്നത്. ഡാൻസ് കളിച്ചതല്ല. കട്ടയൂറും തന്നെ ഈ പാട്ടൊന്നും പറഞ്ഞ നല്ല പാട്ടുണ്ട്. കാരണം ഉക്കിരം പാട്ടും. ഉണ്ണി പിറന്നു
രാത്രി ബെത്ലഹേമിൽ ലോകത്തിൽ ആദരായി ഉണ്ണി പിറന്നല്ലോ. ഉണ്ണി നീയല്ലോ, ഈശോ നീയല്ലോ, ബുദ്ധിയും ഈശോയും എല്ലാം നീയല്ലോ, എല്ലാം നീയല്ലോ. നീ പാടാനേ നിൽക്കണ്ട. അല്ല, അങ്ങനെ പറ്റത്തില്ല. നമ്മള് മുതലാളിയുടെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് മുതലാളിയെ കുറിച്ച് പോയിട്ടൊരു പാട്ട് പാടിയിട്ട് കൊടുത്ത് പോയാൽ മതി. ക്രിസ്മസ് അല്ലേ, അവൻ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് ഇപ്പം പാടിക്കോ, സൂയിക്കട്ടെ ഞാൻ ഇച്ചിരി. ഇതിന് മുതലാളിയെ പഴയ കാലത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന മുതലാളിക്ക് വേണ്ടി ചക്കക്കച്ചവടം അല്ല. നല്ല വരികൾ ഒന്നൊന്നിനും വഴിയാണ് എഴുതിയിരിക്കുന്നത്. പാടട്ടെ. ചക്കക്കുരു തിന്ന കാലം, അത് ചക്കയുണ്ടൊരു കാലം, ചക്ക കിടന്നൊരു കാലം, ചക്കച്ച ശ്രീവന്റെ കാലം, ചുപ്പു കിട്ടതൊരു കാലം, അത് ചക്ക ശ്രീവച്ചന്റെ കാലം, ചക്ക തിന്നുന്നൊരു കാലം, ശ്രീവച്ചൻ ചേട്ടന്റെ കാലം. വായിച്ചക്കം ചക്കം ചാച്ചക്കം ചക്കം ചാച്ചക്കം ചക്കം ചാച്ചക്കം കൂഴച്ചക്ക സ്ഥാപിച്ച അച്ഛാ, ഞാൻ കൊണ്ടുവന്ന കുരിശിനെ നിനക്ക് തരിക. നീ തരുന്ന കുരിശ് ഞാൻ എടുത്തോളാം. പിടിച്ചടാ, കുരിശ് പിടിച്ചോ. മരക്കത്തിൽ എവിടെ കൊണ്ടോ? ആ, മരകുത്തി വായോ. ദൈവം തീരക്കുന്നു മണ്ണിലും വെണ്ണിലും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. ഇവിടെ ഇയാളെ മോള് ഇവിടെ നിൽക്കല്ലേ, ആ കൊച്ചിന്റെ ഫ്രണ്ടിലാണ് ഇയാൾ വെള്ളം അടിച്ചിട്ട് പാടാൻ. എനിക്കറിയാം മുതലാളി. മുതലാളി എന്റെ പൊന്നുപോലല്ലേ നോക്കുന്നത്. മുതലാളിയല്ലേ എന്റെ മോളെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വർഷത്തെ മുതലാളി പെരുന്നാൾ നടത്തുമ്പം ഗാനമേളയ്ക്കകത്ത് എന്റെ മോളെ ഒരു പാട്ട് പാടിക്കണം. അത് നന്നായിട്ട് പാട്ട് പാടണം. ഞാൻ പാടിപ്പിക്കുന്നത് നന്നായിട്ട് പാടണം. പാട്ട് പാടി ഓക്കെ, അത് മതി. ഇവിടെ വന്നിരിക്കും. മുതലാളി ദേ യേശുദാസ്. യേശുദാസ് അത് ഞാൻ യേശുദാസിനെ വിളിച്ചില്ലല്ലോ. ജൂനിയർ യേശുദാസ്. സോമൻ ജൂനിയർ യേശുദാസ്. രാമ ജയം രഘുരാമ ജയം ശ്രീഹരദവാക്യബിന്ദു ജോടി സോദര പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടർന്നുല. വന്ന് പുറത്ത് നിൽക്കുന്ന പോലെ തന്നെ. പിന്നെ ഇപ്പൊ രവീന്ദ്രൻ മാഷ് ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാത്തോണ്ട് ഇപ്പൊ നല്ല പാട്ടുകളൊന്നും കിട്ടുന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും എം ജി ശ്രീകുമാറിനെയും ഏജന്റിനെയും സഹോദരിയെയും തിരക്കുന്നെന്ന് പറഞ്ഞു. ചിത്ര അറിയിപ്പിക്കോ? എന്താണ് കാണിച്ചത്? എന്റെ തൂവുള്ള വസ്ത്രത്തിൽ എന്താണ് കളിക്കുന്നത്? അച്ചാറെടുത്ത് തേച്ചേക്കുന്നത്. പിന്നെ എന്ത് കഷ്ടപ്പെട്ട് അലക്കി തേച്ചുകൊണ്ട് നടക്കുന്ന വെള്ള ഡ്രസ്സാന്നറിയാം. ഇവിടെ മനുഷ്യരൂപമുള്ള ആരുമില്ല ഇവിടെ. ഞാൻ മനുഷ്യനാണ്. നീ ആരാണ്? ഞാൻ യുവദാസ്. ഞാൻ യേശുദാസ്. നിങ്ങനെ ഗാനമേള നടക്കുമ്പോ എന്റെ മോക്ക് പാട്ട് പാടാൻ അവസരം കൊടുക്കണം. ഇപ്പൊ നല്ലതായിട്ട് പാട്ട് പാടി എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്, ഈ വീട്ടിൽ എത്ര അച്ചാറിന്റെ ഭരണിയുണ്ട്? ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടോ? ഉണ്ട്. അതെല്ലാം കുറച്ചുകൂടി മാറ്റാമോ? മൊത്തത്തിലേക്ക് മാറ്റാമോ? അല്ലെങ്കിൽ ജൂനിയർ യേശുദാസായിട്ട് വന്ന ഞാൻ ജൂനിയർ അച്ചാറായിട്ട് തന്നെ പോകേണ്ടി വരും. അതല്ല ജൂനിയർ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയുടെ മോളാണ് ഇവിടെ നിൽക്കുന്ന കുട്ടി. ആ കുട്ടി അത്യാവശ്യം പാട്ട് പാടും. അപ്പൊ ആ കുട്ടിക്ക് ഒന്ന് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരിക്കലും പറ്റില്ല മലയാളി, ഒരിക്കലും പറ്റില്ല. നിങ്ങളുടെ പൈസക്ക് ഞാൻ പാടാൻ വരും, അത് സത്യം. പക്ഷേ ആ കുട്ടി എന്റെ കൂടെ പാടിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് എന്റെ കൂടെ നിന്ന് പാടാനുള്ള യോഗ്യത അതിന് എന്താണുള്ളത്? സംഗീതം പഠിച്ച കുട്ടിയാണോ? മാത്രമല്ല കാണാൻ ഇച്ചിരി ബൗസ് വേണ്ടി നിന്ന് പാടാനായിട്ട്. എനിക്ക് പ്രൊഫഷണൽ സിംഗർ വേണം എന്റെ കൂടെ പാടാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരെങ്കിലും അറേഞ്ച് ചെയ്യാനായിട്ട്. ഞാൻ അറേഞ്ച് ചെയ്ത് തരാമല്ലോ. അത് അറേഞ്ച് ചെയ്യൂ. ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. ആരെന്ന് വെച്ചാൽ പറയൂ. ഒരു തമ്പിയുടെ മോളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. തമ്പിയായാലും തുമ്പിയായാലും ശരി, പാട് പെണ്ണിനെ കൊണ്ടുവരും. അത് പ്രൊഫഷണൽ സിംഗർ ആയിരിക്കണം, കാണാൻ സുന്ദരിയായിരിക്കണം. ആരാണ് തമ്പി തുമ്പിയൊക്കെ? അതൊക്കെ പാടുവോ? എനിക്കൊന്ന് കേൾക്കണം. ഞാൻ കൊച്ചു പാടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ എനിക്കറിയില്ല. എന്റെ റേഞ്ച് അറിയാലോ നിങ്ങൾക്ക്. മുതലാളിക്ക് എന്റെ റേഞ്ച് അറിയാലോ. എന്റെ റേഞ്ച് കണ്ടിട്ടാണല്ലോ ഞാൻ വിളിച്ചു. അതിന്റെ റേഞ്ച് ഒന്ന് കാണിക്കാം. ശ്രീലതികകൾ തളിരണി നുലയവേ, ശ്രീലതികകൾ തളിരണി നുലയവേ.
ഇതാണ് ആ കുട്ടി. പാടുന്ന കുട്ടി. വാ കിളിമകളെ ഞാൻ ഇത്രയും മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ പാടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച അതേ മുഖം, ഞാൻ ഉദ്ദേശിച്ച അതേ ഒരു ഗായകൻ, എല്ലാം കൊണ്ടും നന്നായി പാട്ട് സുഖമാണ്. സുഖമാണ്. ആരാണ്? ഞാൻ കൽക്കട്ട തമ്പി. തമ്പിയായാലും തുമ്പിയായാലും ഓക്കെയാണ്. ഇത് ആ. എന്റെ മകൾ ഓ, മിൻമിനി. മിൻമിനി. ഓക്കെ എന്റെ സംഗീതമാണ് ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഒപ്പം ശബ്ദം. ഓക്കെ. ഇരിക്കും. ഈ ഇടയ്ക്കുള്ള തേക്കും കടി ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ എനിക്ക് ആ കുട്ടിയെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന തേക്കും തടി ആരെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കൂ. നമുക്ക് ഇന്ന് പാടാനുള്ള പാട്ടാണ്. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. പാടൂ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ആഹാ, ശബാഷ്. നല്ല വരികൾ. ഇതാരെഴുതി? എന്റെ അച്ഛൻ. അങ്ങനൊന്നും മിണ്ടാതിരിക്കും. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. പാടൂ. കൽക്കട്ട തമ്പി സ്പീക്കിംഗ്. ഓക്കെ, 1 മിനിറ്റ്. ഒരു കാര്യം, നിന്റെ കഴിവിന്റെ 20% മാത്രം ഇവിടെ എടുത്താൽ മതി. സെറ്റപ്പ് വളരെ മോശം. പറയൂ, എത്ര കിലോ കമ്പി? ആ വിളിച്ചവനെ ഒരു പൊന്നും കുറിച്ച് കൊടുക്കാവേ എന്റെ കർത്താവേ. അപ്പോ നമുക്ക് നോക്കല്ലേ? അല്ല, നോക്കാന്ന് പറഞ്ഞതാ പാട്ടേ. ശരി, ഓക്കെ. പൊന്നി കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. പാടൂ. ഞൊടിപ്പ് മാത്രമേ കേൾക്കുന്നുള്ളൂ, പാട്ട് കേൾക്കുന്നില്ലല്ലോ. പാട്ട് പാടൂ. ഒന്നുകൂടെ പാടാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. പാടൂ. ആട്ടം മാത്രമേ ഉള്ളൂ, പാട്ടില്ലേ? അതെ, ഈ കുട്ടി വന്നോണ്ട് എനിക്ക് പാടാൻ പറ്റാത്ത. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? ചായ. ഈ കുട്ടിക്ക് പാട്ട് പ്രാക്ടീസ് കൊടുക്കല്ലേ? പാട്ടെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇവിടെ ചായ ഞാൻ ചോദിച്ചോ? എന്നെ തലയിലൂടെ ഓടി ചായ മാറും. പാട്ട് പാടി അതിനിടയ്ക്ക് കയറി വരും. നമുക്ക് നോക്കാം. പാടൂ. പൊന്നി കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. പാടൂ. മാഷെ, 3-ലാണോ 4-ലാണോ? അല്ല, ഇത് +2-ല്. അങ്ങനെ ഉണ്ടോ? ഇതിലേക്കാണോ ഞാൻ പാട്ട്? അപ്പൊ ഇത് കഷ്ടമാണോ? ഇത് ഒന്നുകൂടെ പാടിത്തരാം. ശരി മാഷെ. പൊന്നിൽ കുളിച്ചു. പാടും. പൊന്നിൽ കുളിച്ചു, പൊന്നിൽ കുളിച്ചു, പൊന്നിൽ കുളിച്ചു. ഈ മയിലാട്ടം പാടാനാണ് നിന്നോട് പറഞ്ഞ. പാട്ട് പാടാനെ കുറിച്ച് നിന്നോട് പറഞ്ഞു. 14 പ്രാവശ്യം കുളിച്ച് ഇനി തലതോർത്തിട്ട് പാടാം, അല്ലെങ്കിൽ ജലദോഷം വരുന്നത് കേട്ടാ. 10:30 പരിപാടി തുടങ്ങാനല്ലേ? 10:30 പരിപാടി വന്ന് ഇതുപോലെയുള്ള സാധനത്തൊക്കെ വെച്ച് എങ്ങനെ പാടും ഞാൻ? 1000 വട്ടം ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ? ഒന്ന് റിഹേഴ്സൽ ചെയ്ത് കൂടെ. റിഹേഴ്സൽ ഞാൻ 10,000 വട്ടം പറഞ്ഞു. ഈ ഞാൻ തന്നെ ബോറടിച്ചത് കേട്ട്. സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ടിട്ടോട് കൊച്ചു പാടും. 7 സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ. പൂരികൻ സരളിലാകവി മനയ സാരുവി നിറനിലാവുക മരിയ. 7 സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ. സരിമ സരിമ പ സരിമ പനി സരിമ പനി സരിമ സരിമ പപ്പാ.
ഈ കാലത്ത് ആരാണ് ഈ വിളിക്കുന്നത് ഇങ്ങോട്ട്? ചായ. ചായ എന്റെ തലവഴി കൊല്ലടി. എന്നിട്ട് പോ. കേറി വന്നേക്കും നാശം. ഇന്ന് പാടാനൊരു പാട്ട് ഞാൻ പാടിത്തന്നെ പാടാൻ പറ്റുമോ? ഏത് പാട്ടാ മാഷെ? ഇത് അകലെ എന്നുള്ള പാട്ടാണ്. അയ്യോ, ആ പാട്ടായിരുന്നോ? അകലെ. എനിക്കറിയാം. നല്ലത് പാടുവോ? പാടി ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. സന്തോഷം. ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം പോക്കായെന്ന്. ശരി, അപ്പൊ പാടത്തെ ഞാൻ. അകലെ അകലെ നീലാകാശം. അങ്ങനല്ലോ അതിന്റെ ഹമ്മിങ്. ദാ കിടക്കുന്ന ഹമ്മിങ്. മുതലാളി, മുതലാളി. അപ്പൊ പറഞ്ഞതുപോലെ എന്താ എന്റെ മകളെ ഇതെന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? പറയൂ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഇന്ന് ഹൈപ്പിച്ച് പിടിച്ചതാണ്. ഞാൻ ഉള്ളപ്പോ തന്നെ താൻ പിച്ചി എടുത്തു. ഞാൻ ഇല്ലാതെങ്കിൽ പിച്ചി പറിച്ചേനല്ലോ. അതുപോലും അറിയാം. എന്റെ മകളെ എഴുന്നേൽക്കൂ. പരിസരത്തോടെ പോകുന്നതിന് തമ്പി കൊണ്ട് കിടത്ത്. ഓ, പാട്ടുകാരുടെ തലവെച്ച് വീണായിരിക്കും. വരൂ വരൂ. നാളെ പാട്ടുകാരി ജൂനിയർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താണ്? ഇറച്ചി വാങ്ങിക്കാൻ പോയി യേശു ഇതുവരെ വന്നില്ല. അയ്യോ, യേശുവിനെ എന്തിനാ വിട്ട? യുവദാസിനെ വിട്ടാ പറയുന്നോ? അവൻ കള്ളോ കാപ്പട്ടയും പറഞ്ഞ് എവിടെന്നെങ്കിലും ഇത്തിരി ഇറച്ചിയായിട്ട് വന്നേനല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞ് നാടകം പിന്നെ മതി, ഗാനമേള ഇപ്പൊ നടത്തിക്കോ. അയ്യോ, അതെങ്ങനെ ഗാനം നടത്തും? എനിക്ക് പാടാൻ സിംഗർ ഇല്ലാത്ത ഞാനങ്ങനെ നടത്തും. എനിക്ക് ഫീമെയിൽ വേണ്ടേ? അത് നമുക്ക് മറ്റേ കൊച്ചിനെ നോക്കി. ആ കൊച്ചിന് എന്നെ എന്തേ പറയുന്നത്? ആ കൊച്ചു എങ്ങനെ പാടുമോ നിങ്ങൾ ഈ പറയുന്നത്? പാടിച്ചു നോക്ക്. എനിക്ക് പാടി കേക്കണ്ട അതിന്റെ പാട്ട്. സോമ, എടാ 60 രൂപയും കൊണ്ടുവന്ന് എന്റെ ബാറിൽ നിന്ന് ഒരു ഫുള്ളെടുത്ത് അടിച്ചവനാണ് നീ. ബാക്കി പൈസ കൊടുക്കാൻ ഇല്ലാന്നിട്ട് നിന്റെ സപ്ലമാരുണ്ട് പാടിപ്പിച്ചാലാണ് നിന്നെ. അങ്ങനെയാണ് നിന്റെ പാട്ട് ഞാൻ കേട്ടത്. ആ സോമന ജൂനിയർ ഏജോസാക്കി ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഈ കൊച്ചിനെ കൊണ്ട് നീ പാടിപ്പിക്കും. എനിക്ക് ബുദ്ധിമുട്ടാണ്. കണ്ണാളാനേ எனது கண்ணை நேற்றோடு കാണവില്ലേ. മുതലാളി, നിങ്ങളുടെ ഫോണിൽ ബെല്ല് വരുന്നുണ്ട്, അത് ഓഫ് ചെയ്യും. ആര് വല്ലു വരുന്നത്? പിന്നെ ആ കൊച്ചു പാടിയത് അവനോടാ ജൂനിയറെ. படித்துக்கொண்டு ஏன் இன்னும் பேசவில்லை? ஆளாக ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ. உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ. வாய் பேசவே வாய்ப்பில்லை, வழி தீர வழி என்னவோ കണ്ണാളനേ. സാർ, ഞാൻ പാടിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാറിന്റെ കൂടെ പള്ളിയിൽ പാടാൻ ഒരു അവസരം തരുമോ? സാർ അനുഗ്രഹിക്കണം. കാലേ വീണ്ടും ഞാനാ. നിറത്തിലും സൗന്ദര്യത്തിലുമല്ല, കല തെറ്റുപറ്റിപ്പോയി. മാഷേ, കൊച്ചിന് ബോധം വന്നു. നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയാലോ? ഞാൻ പറഞ്ഞില്ലേ, 20 അല്ല 100% എടുക്കുന്നില്ല. 10,000% നിനക്ക് വരാൻ പറ്റില്ല. നിന്നെ നോക്കും. ഞങ്ങളുടെ കൊച്ചിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ അത് എന്തിനെ പ്രത്യേകിച്ച് ചോദിക്കാൻ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ആരംഭിച്ചൂടെ? പിന്നെന്താ? പൊളിച്ചെടുക്കങ്ങോട്ട്. പൊന്നിൽ കൂടി